വന്നിരുന്ന് കഴിക്കടാ. ഒരു മിനിറ്റ്. ഹായ് ഗായ്സ്. ഇവനെന്താ തേരാപ്പാറ നടക്കുന്നത്? ഇവന് പൂർവാധികം വട്ടായ. എടാ സാമേ, എന്താടാ കണ്ണട കാണാനല്ലടാ. നിനക്ക് അല്ലാണ്ട് തന്നെ നല്ല ഊളലൊക്കെ ഉണ്ട്. അതിനിപ്പോ കണ്ണടയുടെ കാര്യമൊന്നുമില്ല. അവന് സ്വന്തമായിട്ട് ആകെയുള്ളത് ആ കണ്ണടയാണ്. അത് പോയി അവൻ ടെൻഷൻ അടിക്കാതിരിക്കും. അത് കറക്റ്റ്, അത് കറക്റ്റ്. ഈ ടീഷർട്ട് ആരുടെ നീട്ടിരിക്കുന്നത്? രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തു വന്നപ്പോ ഞാൻ ഓർത്തു എൻട്രി ഒക്കെ മാസമായിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. ഈ ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു ഡ്രസ്സൊന്നും മാറ്റിയിടുന്നിരുന്ന വലിയ കാര്യമൊന്നുമില്ല. അത് സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലേ സംഭവം? ഫ്രണ്ട്സ് ആകുമ്പോൾ ഡ്രസ്സൊക്കെ ഷെയർ ചെയ്യാം. പക്ഷെ റെന്റിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ ഷെയറും ഇല്ല, സ്നേഹവും ഇല്ല. ആവി, ഈ മാസം തൊട്ട് ഞങ്ങൾ രണ്ടുപേരും റെന്റ് ഷെയർ ചെയ്യും. ഓക്കെ, ഞങ്ങളെങ്കിലും അവിനൊന്ന് സഹായിക്കണല്ലോ. ഇവന്മാരെ കൊണ്ട് എന്തായാലും ഗുണമൊന്നുമില്ല. പിച്ചക്കാരെ കാര്യം വലിയ കഷ്ടമാണ് എൻ്റെ സഹമുറിയന്മാരുടെ അവസ്ഥ. പോരാത്തതിന് അഹങ്കാരം വേറെയും. അവന് ഫീലായോ? ഈ എവിടെ നിന്ന് അതൊക്കെ ചുമ്മാ അവൻ്റെ നമ്പറാണ് അല്ലടാ? അല്ല, അവന് ശരിക്കും ഫീൽ ചെയ്തു. എടാ, നിന്റെ ഇമ്മാരത്തെ ഡയലോഗ് കേട്ടിട്ടേ അവൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ടാ. എടാ, ഓവറാക്കലടാ എഴുത്താറാ. ഒരു തമാശയിലും പറയാൻ പാടില്ലേ? പാടില്ലടാ, ഇതുപോലെ ഊള തമാശ പറയാൻ പാടില്ല. നിനക്കൊക്കെ അപ്പൊ എന്ത് കൂറ വിറ്റ് വേണമെങ്കിലും അടിക്കാം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നാണ്, മനസ്സിലായ? എന്ന് ഓക്കെ. എന്നാ പിന്നെ ഇതുവരെ നീ പറഞ്ഞൊന്നും എനിക്ക് ഫീൽ ആയില്ലടാ. പക്ഷെ ഇതെനിക്ക് കൊണ്ടടാ. ഞാൻ എന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. പോട്ടെ ലക്കി മീനാക്ഷി, എന്നെ തടയണ്ട. കഴിച്ചിട്ട് പോടാ. ഞാൻ പോവാം. ഞാൻ പട്ടിണി കിടന്ന് ചേത്തോട്ടെ. അതെ, ഇതെന്റെ ടീഷർട്ടാണ്. കിട്ടി. ഓക്കെ. എടാ സാമേ, ഇപ്പൊ എന്താ ഈ കോമഡി കാണിക്കുന്നുണ്ട്? ഇപ്പൊ എല്ലാം സീരിയസ് ആയില്ലേ? ഇത്തിരി കൂടി പോയാവി. ഇത് ഞാൻ ചുമ്മാ. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും നല്ല പണിയാ നീ അവനിട്ട് കൊടുത്തു. ഞാൻ ആർക്കിട്ട് പണി കൊടുത്തൊന്നുമല്ല. പിന്നെ നിനക്ക് ശരിക്കും ഫീലായി? ആ, അതുകൊണ്ടല്ലേ ഇറങ്ങിയത്. നിനക്ക് ഫീൽ ചെയ്തില്ലേ? എടാ, നീ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കും ഫീലായെന്ന് തോന്നിട്ടോ. ഞാൻ പിന്നെ നിനക്ക് ഫീലായാലും ശരിക്കായിരുന്നു. അല്ല, ഇപ്പോൾ എനിക്ക് ഫീൽ ആയ സ്ഥിതിക്ക് നിനക്ക് ഫീലായ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ മേലും കഴിഞ്ഞ് നോക്കാനല്ല, എനിക്കും ഫീലായി. അല്ല, അപ്പൊ നമ്മളിനി വീട്ടിലേക്ക് പോയാൽ നമ്മുടെ അഭിമാനം പോകും. ഏയ്, അങ്ങനെ ഒന്നുമില്ല. അവനെങ്ങനെ വാടക കൊടുക്കണം. പക്ഷെ എങ്ങനെ? അത് ഞാനും ആലോചിക്കുന്നത്. അല്ല, നീ എന്താ പ്ലാൻ? ഇനിയിപ്പോ ഞാനും കൊടുക്കേണ്ട പൈസ. അല്ല, ഞാൻ ഒറ്റപ്പെടലുള്ള കോപ്പേ. ഓക്കെ. ആ ആടാ, ഞാൻ വൈകിട്ട് വിളിക്കാടാ. ഇതൊക്കെ എന്താണ്? എന്റെ ഫീറോ, ഇത് ഇന്നെങ്ങനെ ശരിയാവോ? എന്റെ സുഹാന, നീ ഒരു 5 മിനിറ്റ് താ, ഞാൻ നോക്കട്ടെ. 5 മിനിറ്റ്? ഇപ്പൊ തന്നെ 1/2 മണിക്കൂറായി. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുതിയ കാറ് തരാന്ന് പറഞ്ഞപ്പോൾ അന്നപ്പോൾ എന്തായിരുന്നു ഫിറോന്റെ ദുരഭിമാനം? അന്നത് വാങ്ങിയത് ഈ വഴിയിൽ അപമാനം ഒഴിവാക്കായിരുന്നു. വണ്ടിക്ക് എന്താ പ്രോബ്ലം? ഓടി വന്ന് നിൽക്കായിരുന്നു, എന്താണെന്നറിയില്ല. ചില സമയത്ത് ബ്രേക്കും ഇല്ല. എന്താ? സുഹാനോ? ആ, സുഖാണ്. സുഖാണോന്നല്ല, സുഹാന എൻ്റെ വൈഫാ. ഓ, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുമാണ്. ഞാനൊന്ന് നോക്കട്ടെ. മെക്കാനിക്കാണോ? പക്ഷെ കണ്ടാ തോന്നൂല. കാർബറേറ്റർ ബേസിൽ എൻജിൻ ബാക്ക് ലീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാൻ ബെൽറ്റ് നല്ല ലൂസാണ്. എൻജിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചാൽ 2000. പൈസയൊന്നും ഒരു പ്രശ്നമല്ല. ആര് പറഞ്ഞു പൈസ ഒരു പ്രശ്നമാണ്? 2000 രൂപയോ? 1500. സത്യം പറഞ്ഞാൽ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. താങ്ക് യു. ഓക്കെ, എന്തായാലും വലിയ ലേറ്റാതെ വർക്ക്ഷോപ്പിൽ കാണിച്ചേക്കണം. പമ്പ് പണിയാവുന്ന സമയമായി. ആ, നമുക്കൊരു സെൽഫി എടുത്താലോ? അത് വേണോ? ഒരെണ്ണം. പ്ലീസ് പ്ലീസ് ഒരെണ്ണം.
എന്തേലൊക്കെ ആക്ഷൻ കാണിക്കണോ? സ്മൈൽ. ഒന്ന് ചിരിക്ക് ഫിറോ. ആ ലാസ്റ്റ് 855 വരുന്ന നമ്പർ അത് തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. എന്നിട്ട് എന്നോടൊന്ന് പറയണം. ആ എന്തൊക്കെയുണ്ട് ജോസഫേട്ടാ വിശേഷങ്ങൾ? മേലനങ്ങി പണിയെടുക്കുന്നതുകൊണ്ട് പരമസുഖമാണ്. അത് ചേട്ടൻ എന്നൊന്ന് വെച്ച് പറഞ്ഞാണല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ എഴുത്തുകാരുകൾ എഴുതി നിറയ്ക്കുന്നതുകൊണ്ട് ജീവിച്ചു പോകുന്ന നമ്മൾ എന്ത് വെപ്പ് വെക്കാനാണ്? ഞാനിവിടെ വന്ന കാലം തൊട്ട് ചേട്ടൻ എന്നെ എന്തോരം വെച്ച് പറഞ്ഞിരിക്കുന്നു. ഞാനതൊക്കെ അതുണ്ടല്ലോ എൻ്റെ സ്വന്തം ചേട്ടൻ പറയുന്ന പോലെയാണ് ചേട്ടാ കണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അനിയ. അതൊക്കെ അനിയൻ്റെ തോന്നലുകളാണ്. അനിയൻ എൻ്റെ അനിയനാണെന്ന് തെറ്റിദ്ധരിക്കരുത് അനിയ. ചേട്ടാ മനസ്സിൽ പ്രതീക്ഷിച്ചു പോയത് മായ്ച്ചു കളയാൻ പറയരുത് ചേട്ടാ, ദയവേത്. പൈസ തരാതെ ഇവിടുന്ന് പുസ്തകം വായിക്കാമെന്നും കരുതരുത്. അയ്യോ, ഞാനിന്ന് വന്നൊരു വായനക്കാരനായിട്ടല്ല. പിന്നെന്റെ ഘാതകനായിട്ടായിരിക്കും. അല്ല, പിന്നെ എനിക്ക് ചെറിയൊരു സഹായം വേണം. ഇവിടുത്തെ പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നില്ലേടേ, ഇനി എന്തുവാ സഹായം വേണ്ടത്? ചേട്ടൻ അന്ന് എന്നോടൊരു പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ഈയാടെ ഉണക്ക പ്രൊഡ്യൂസറിനെ വേണ്ട എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യോ, അതൊക്കെ അന്ത കാലം. ഇന്ന് ഇപ്പം എനിക്ക് ആ പ്രൊഡ്യൂസർ ഒന്ന് കണ്ടാലോ എന്ന് തോന്നുന്നു. ആ ചിന്ത ശരിയല്ലല്ലോ, നടക്കില്ല. ചേട്ടാ അങ്ങനെ പറയരുത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചേട്ടൻ അറിഞ്ഞൂടെ? ഈ ബുദ്ധിമുട്ട് രാവിലെയാണോ DG മോൻ അറിഞ്ഞത്? അല്ല, കുറച്ചു മുമ്പ് അറിഞ്ഞിരുന്നു. പക്ഷേ ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ കിടപ്പാടം പോകും ചേട്ടാ. ശരി, ചെയ്യാം. പക്ഷേ എനിക്കെന്താ ഒരു ഗുണം? സക്സസ് ആയാൽ റെഡി ക്യാഷിന് ഞാൻ ഇവിടുന്ന് കുറച്ചധികം പുസ്തകങ്ങൾ വാങ്ങിക്കും. പൈസ തരാതെ അല്ലെങ്കിൽ ഇവിടുന്ന് പുസ്തകം കിട്ടുകയല്ല. പിന്നെന്താ ചേട്ടാ, കമ്മീഷൻ? അപ്പാവികളോട് കമ്മീഷൻ മേടിച്ച കർത്താവ് പോലും പൊറുക്കുകയല്ല. പിന്നെ എനിക്കൊരു സഹായം ചെയ്യേണ്ട സമയം വരും. അപ്പം എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ചേട്ടാ, സമയവും സ്ഥലവും ചേട്ടൻ പറഞ്ഞാൽ മതി, സഹായം ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഏതാ സ്ഥലം? സഹായം ചെയ്യാനുള്ള സ്ഥലമാണോ? എടോ, നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം അതേതെങ്കിലും വലിയ ഹോട്ടലിൽ ഇറങ്ങി ചെയ്തോ, 5 സ്റ്റാറോ 4 സ്റ്റാറോ എല്ലാം ഞാൻ ഓക്കെയാണ്. അതെന്തിന്? നിങ്ങളുടെ ഹൗസ് ഓണറുടെ ആ കഫേൽ അവിടെ ആയിക്കൂടെ? പാമ്പ്രീത് അത് മതി, വിളി. അതെ സാറേ, അന്ന് പറഞ്ഞാ പയ്യൻ അത് തന്നെ. ഒരു മിനിറ്റ് സാർ, ഇന്ന് കാണാൻ പറ്റുമോ? ഇന്ന് കാണാൻ പറ്റുമോ? പറ്റും. സാർ ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ സ്ഥലം ഞാൻ അറിയിക്കാം സാർ. താങ്ക്സ് സാർ, ബൈ. സെറ്റായ? അപ്പോൾ പോയി കഥയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് വാ. പൊളിക്കും ഞാൻ. പിന്നെ നിങ്ങളുടെ ഹൗസ് ഓണർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സഹായിക്കുന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. കൊന്നാലും പറഞ്ഞു. അല്ല, പറയണമെങ്കിൽ പറഞ്ഞു. ആണോ? അല്ല, നിർബന്ധമായിട്ടും പറഞ്ഞു. ഓക്കെ, പറഞ്ഞിരിക്കും. പിന്നെ കഥയ്ക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഇനി പോരെ, ഞാൻ പറഞ്ഞു തരാം. കഥ ഉണ്ടാക്കാനൊക്കെ ചേട്ടൻ നല്ല കഴിവുള്ള ആളാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. ബില്ല് തന്നോ? 35 എന്താ പരിപാടി? ഒന്നുമില്ല, ഇങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ ഇറങ്ങിയതാ. ഉം. ഒന്ന് തിരക്കൊന്നുമില്ല. ഏയ്, തിരക്കൊക്കെ വൈകുന്നേരമല്ലേ. ഓ, അല്ല, തിരക്ക് കൂടി ആളിന് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫ്രീയാ. എനിക്ക് തോന്നി വന്നപ്പോൾ തന്നെ കൗണ്ടറിൽ കയറി ഇന്ന് കാശൊക്കെ മേടിക്കണണ്ടപ്പോൾ നിനക്കിത് എന്ത് പറ്റിയെന്ന്. അല്ല, നീ ബിസിനസ് പ്ലാനൊക്കെ വിട്ട് പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചാ? അതൊക്കെ പോട്ടെ. ഇവിടെ എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ? കേടായ എന്തെങ്കിലും? ഇവിടെയാ? ഒന്നുമില്ലടാ. ഒന്ന് ഓർത്തു നോക്ക്. ഹാ, എന്തുട്ടാ ഇത്ര പേര് ആലോചിക്കാൻ? ഒന്നുമില്ലെന്നേ. എന്നാ പിന്നെ ശരി. ഷടാ, അത് ശരി. ഇത് പറയാനാണ് നീ ഇത്ര കഷ്ടപ്പെട്ട് ഓടി ഇങ്ങോട്ട് വന്നത്? ചേച്ചി, ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലേ? ഓ, അത് അടിച്ചു പോയടാ. ഇനി അത് വർക്ക് ചെയ്യില്ല. ഇനി പുതിയതൊരെണ്ണം മേടിക്കണം. പുതിയ ഒരെണ്ണം വാങ്ങുന്നതിന് ഒരു 10,000 രൂപയെങ്കിലും ആവില്ലേ? അതിലും കൂടിയാലേ ഉള്ളൂ. ശരിയാക്കണമെങ്കിലോ? ഒരു 2000-3000 ഒക്കെ വരും. 1500. ഒന്ന് ഓൺ ചെയ്ത് നോക്കിയേ. കംപ്രസറിന്റെ ഇഷ്യൂ ആയിരുന്നു, പവർ സപ്ലൈ കയറുന്നില്ലായിരുന്നു. സമ്മതിച്ചുട്ടാ. കൊടുക്കൈ. എന്നാ നിന്റെ പൈസ. അപ്പം ശരി.
കാണാം. ഛേ, എന്ത് പറ്റിയടാ? ഒന്നുമില്ല. പറയടാ, എന്ത് പറ്റി? ഷൂ ലൈസ് അഴിഞ്ഞു പോയി. അതിന് നീ ഇത്ര ടെൻഷൻ ആവണേ, അത് കിട്ടിയാ പോരെ. ലേസ് കെട്ടാൻ അറിഞ്ഞൂടാ? നീ എന്ത് മനുഷ്യനാടാ? ഇത്ര വലിയ ഫ്രിഡ്ജൊക്കെ നന്നാക്കാൻ അറിയാലോ നിനക്ക്. ഒരു ലേസ് കെട്ടാൻ അറിഞ്ഞൂടെ? ഞാൻ കെട്ടിത്തരാം. 500 രൂപയാവും. അയ്യോ, ഒന്ന് പോടേക്കാൻ. എനിക്കൊന്നും വേണ്ട, നീ എടുത്തോ, ഞാൻ കെട്ടിത്തരാം. വാ. ഛേ, അവി നീ ശരിക്കും കുറച്ച് ഓവറായിരുന്നു കേട്ടോ. ശരിക്കും മീനോടെ ഞാൻ ചുമ്മാ എടാ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവന്മാരുടെ കാല് വരാന്ന് ഞാൻ ചെയ്തല്ലേ. ഞാൻ വിചാരിച്ചു അവന്മാർ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നു. നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല. പ്ലാനിങ് ഫുള്ള് നിന്റെയാ. അവന്മാര് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവയൊന്ന് വിളിച്ചു നോക്കിയടാ. എടാ ഞാൻ വിളിച്ച് ഒരുത്തന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്, മറ്റൊരാണെങ്കിൽ എടുക്കണില്ല. നമ്മുടെ മുന്നേ വെച്ച് കളിയാക്കിയോണ്ടായിരിക്കും അവർക്ക് ഇത്ര ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ആയതല്ലേ. എന്താ സംശയം? ദൈവം പ്രോക്കോഡല്ലേ തെറ്റിച്ചേ. നിങ്ങളൊന്ന് നിർത്തോ. ഞാൻ കാരണം അവന്മാർ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് ഇനി എത്ര നേരം മനുഷ്യനെ സെൻഡ് ആക്കും. അവന്മാര് വരും, അവന്മാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഇതൊക്കെ ചുമ്മാ അവന്മാര്. ഇതിപ്പോ വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഇല്ലാണ്ടാവുമ്പോ പാരന്റ്സ് വിഷമിച്ചിട്ടിരിക്കില്ലേ മിസ് ചെയ്തിട്ട്? അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ അവസ്ഥ. ശരിക്കും വീട് ഉറങ്ങിപ്പോയ പോലെ. ദീപക് ഇന്ദു ഗോപൻ. അതെ, അപ്പൊ അതാണ് ഈ DIG. കൊള്ളാലോ. അത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു രഹസ്യമാണ്. ആണോ? പിന്നെ ഞാനും സാറും തമ്മിലുള്ളൊരു. ഓ, അല്ല, അത് സാറിന് ആക്ച്വലി ഏത് ടൈപ്പ് കഥയാണ് വേണ്ടത്? എൻ്റെ കയ്യിൽ സസ്പെൻസ് ത്രില്ലർ, ഡ്രാമ, ഫാമിലി ഡ്രാമ, പിന്നെ 1-2 പീരിയഡ് സബ്ജക്റ്റുകളുണ്ട്. ഓഹോ. ഞാൻ എൻ്റെ കഥയാണ്ട് പറയല്ല, ഈ പീരിയഡ് സബ്ജക്റ്റുകളെ ഗംഭീര കഥാപാത്രങ്ങളാണ്. എടുക്കട്ടെ? പക്ഷേ അതൊന്നുമല്ല വേണ്ടത്, സിമ്പിൾ സാധനങ്ങളാണ് വേണ്ടത്. സിമ്പിള് തിരക്കഥ ഒരെണ്ണം എൻ്റെ വീട്ടിൽ സ്പെയർ ഒരെണ്ണം കിടപ്പുണ്ട്. ഞാനത് പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് സാരമില്ല, പിന്നെ സാവകാശം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓ, എനിക്ക് വേണ്ടത് ഹൊററാണ്. അതുണ്ടോ? ഹൊററോ? ഹൊറർ. എന്താ ഹൊറർ ഇല്ലേ? ഇല്ല. നന്നായി. കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഥയാണ്. സാറിൻ്റെ കഥ ഹൊറർ എന്ന് പറയുമ്പോൾ ആത്മകഥയാണോ സാർ? ആത്മകഥയല്ല, കഥ ഞാൻ തരും. എഴുതാനാണ് എനിക്ക് ആൾ വേണ്ടത്. ഞാൻ പൊതുവേ എൻ്റെ സ്വന്തം കഥകൾ മാത്രം. തൻ്റെ കഥകൾ മാത്രം? അല്ല, സ്വന്തം കഥകൾ മാത്രം എഴുതുന്ന ഒരു നിർബന്ധം എനിക്കില്ല എന്ന് പറയാം. ഗുഡ്, ഓക്കെ. അപ്പോൾ ഞാൻ കഥ പറയാം. അതായത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരാൾ ഒരു സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം. ഓക്കെ. അയാൾ കണ്ണാടിയിൽ കുറേ നേരം നോക്കിയതിന് ശേഷം മാറുന്നു. കണ്ണാടിയിൽ അയാളുടെ രൂപം അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ഒരു ഹൊറർ ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? ആ സാഹചര്യത്തിൽ ഒരു രാത്രി മുഴുവൻ ആ വീട്ടിൽ കഴിയേണ്ടി വരിക. അയ്യോ, അപ്പം മറ്റ് കഥാപാത്രങ്ങൾ? ഒരു പള്ളിയിലച്ഛൻ, പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക സ്ത്രീ. മീൻസ് പിന്നെ ഈ വികൃതമായൊരു മുഖമൊക്കെ ഉള്ള ഈ പ്രേതത്തെ പോലെ. എക്സാക്ട്ലി. പ്രേതം പോലുള്ള ഫേസൊക്കെ ഉള്ള ഒരു സ്ത്രീയും പിന്നെ ഒരു 6-7 കഥാപാത്രങ്ങളെ DIGക്ക് സൃഷ്ടിക്കാം. ഞാൻ സൃഷ്ടിക്കണം അല്ലേ? ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകിടത്തില്ല. സന്തോഷം സാർ. അല്ല, ഈ കഥ എന്നിട്ട് എന്താവും? ഒരാൾ ഒരു സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണം. അത് പറഞ്ഞല്ലോ. ആ സമയത്ത് അയാൾക്കുണ്ടാകുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മൾ ചെയ്യുന്ന സിനിമ. കൊള്ളാല്ലേ? പിന്നെ ലാസ്റ്റ് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എഴുതി വരുന്നത് പോലെ മാറ്റാം. എങ്ങനെയുണ്ട്? കഥ ഇഷ്ടമായോ? ത്രെഡ് കൊള്ളാം, പക്ഷേ ഒരു കഥ എന്ന് പറയുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വേണം. എന്ത് വേണമെങ്കിലും മിസ്റ്റർ DIGക്ക് എഴുതാം. ബേസ് കഥ ഇതായിരിക്കണം. പടം കണ്ടാൽ ആൾക്കാർ പേടിക്കണം. നമുക്കത്രേ ഉള്ളൂ. സാറ് ഇത്രയേരം പറഞ്ഞ കാര്യങ്ങൾ കേട്ടാ ആരായാലും പേടിച്ചു. അയ്യോ, ഇതൊരു ഭയങ്കര ത്രെഡാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കഥ കേട്ട എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പൊ കണ്ണാടി നിന്ന് കേട്ടാ പേടിയാണ്. അയ്യോ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വർക്കാവും.
ഈ സുഹൃത്തുക്കളൊക്കെ എപ്പോഴെങ്കിലും എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. തീർച്ചയായും. അപ്പം അങ്ങനെ നമ്മുടെ കഥ റെഡിയായി. ആ ഇനി തിരക്കഥ സംഭാഷണം മാത്രം. മാത്രം. അത് മിസ്റ്റർ DIG ചെയ്താൽ മതി. ഓ അപ്പോൾ കഥ സാറിൻ്റെ ആണ്, സാറിൻ്റെ പേരിലാണ്. ഒരു കാര്യം വിട്ടുപോയി. ഏ കഥ മാത്രമല്ല, തിരക്കഥയും സംഭാഷണവും കൂടി എൻ്റെ പേരിലാവും വരിക. എങ്ങനെ മനസ്സിലായില്ലേ? അതിനുള്ളത് ഞാൻ പേ ചെയ്യാം. ഓക്കെ. ഹലോ, ഞാൻ വിളിക്കാം. കുറച്ച് സമയം. ഓക്കെ. ഇതിന്റെങ്കിലും പൈസ പറ്റില്ല ഇരിക്കാണ്ട് ഇയാളെ കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കണോട്ടോടാ, കേട്ടോ? എന്താ തനിക്ക് പറ്റില്ലേ? താൻ ഇതിനു മുമ്പ് സിനിമയൊന്നും എഴുതിയിട്ടില്ലല്ലോ. പിന്നെന്താ, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. മാത്രമല്ല ഞാൻ പേ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? മനസ്സിലായി സാർ. അപ്പം റെഡിയല്ലേ? എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. കഥ കേട്ടാൽ ആളുകൾ പേടിക്കണം. അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതൊക്കെ സാർ. എനിക്ക് ചെറിയൊരു അഡ്വാൻസ് തരണം. സാമേ, നീ ഇത് എവിടെ ഇരുന്നടാ? ഞങ്ങൾ ആകെ വിഷമിച്ചു പോയില്ലേ? നിങ്ങൾ വന്ന് ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ചാലും എടുക്കൂല ചെക്കൻ. ഞാൻ ആ കാശ് റെഡിയാക്കാൻ വേണ്ടി പോയതാ. എടാ എടാ, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലോടാ. അങ്ങനെ ഒന്നുമില്ലടാ. അയ്യോ സാമേ, നിന്റെ വാടകയൊന്നും വേണ്ട, അവി വെറുതെ പറഞ്ഞതല്ലേ. കം ഓൺ. അതന്നെ, ടേക്ക് ഇറ്റ് ഈസി മാൻ. അവനോടെ അവ എത്തിയിട്ടില്ല. എന്തായാലും ഇപ്പൊ നീ വന്നില്ല, അവൻ എന്തായാലും എത്തിക്കോളും. വരാണ്ട് ഞങ്ങൾ വേറെ എവിടെ പോവാൻ. പിന്നെ നീ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് തോന്നി, അതായി കാശുണ്ടാക്കാൻ പോയത്. മിസ്റ്റർ അവിനാഷ്, മേ കം ഇൻ? മതി മതി, ഇങ്ങ് വന്നേ. ഒന്ന് എയർ വിടണ്ട DIG. അതി എന്നാ എടാ, ഞാൻ ചുമ്മാ രാവിലെ പറഞ്ഞല്ലേ, എനിക്ക് വേണ്ട നിന്റെ കാശൊന്നും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സ്നേഹം വേറെ, വാടക വേറെ. 2 മാസത്തെ വാടകയുണ്ട്. ചുരുങ്ങിയ എത്രയെങ്കിലും വേണമല്ലോ അല്ലേ? റൂംമേറ്റ്സോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ക്വാളിഫൈ ചെയ്യാൻ അല്ലേ സാം? നോക്കിയടാ ഗൈസ് പ്ലീസ്, നിങ്ങൾക്കറിയാലോ അവ ഇതൊന്നും ഉദ്ദേശിച്ചില്ലെന്ന്. പ്ലീസ്. എടാ വൃത്തിയിട്ടന്മാരെ, നമ്മുടെ ഇടയിലാണോ ഇങ്ങനെയൊക്കെ? അല്ല, നീയൊക്കെ ഇത് അവിടെ ഒപ്പിച്ച് ഇത്ര പെട്ടെന്ന്? അതൊക്കെ വലിയ കഥയാ. എന്തായാലും ഒപ്പിച്ചു. നീ ഞങ്ങളുടെ സ്നേഹത്തിനൊരു വിലയിട്ടു, ഞങ്ങൾ ആ കാശ് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. എടാ, കുറച്ച് ഓവറാവണ്ടോ നിന്റെ ഡ്രാമയും മസിൽ കൊടുത്തു. മതി. നീ ഇത് വാങ്ങിക്കുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണോ? അതെ. അവി, നീ ഇത് വാങ്ങിച്ചേ. അവർക്ക് പറഞ്ഞ പോലെ ഒരു അവസരം കൊടുക്കണല്ലോ. നീ വാങ്ങിക്കടാ. ശരി, എന്നാ കൊണ്ടു. ശരി. ഇത് 2 മാസത്തെ. കഴിഞ്ഞ 3 മാസത്തെ എവിടെ? കഴിഞ്ഞ 3 മാസത്തെ എവിടെ? കഴിഞ്ഞ മാസത്തെ കാര്യം കഴിഞ്ഞു. അടുത്ത മാസം തൊട്ട് 2 പേരും കൃത്യമായിട്ട് വാടക തരണം. ഓക്കെ? അതിപ്പോ അടുത്ത മാസം ഇന്നത്തെ പോലെ ഫ്രിഡ്ജും കാറും. കാറും ബൈക്കാ? നീ എന്തൊക്കെയാ പറയണ സാമേ? അടുത്ത മാസം മുതൽ കാശുണ്ടാക്കാനുള്ള വഴിക്ക് ഉണ്ടാവും. ഡോണ്ട് വറി. അയ്യേ, പറഞ്ഞ് കാട് കയറി പോവന്നെ. എന്താണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പൈസ തിരിച്ചു തന്നെ. നിനക്കൊരു വിഷമം വേണ്ട, ഞങ്ങളത് വാങ്ങിച്ചു. കഴിഞ്ഞില്ലേ? ഒരു താല്പര്യം ഇല്ലാതെ വാങ്ങിയ നിനക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി. വേണ്ട, ഇതെന്തായാലും തന്നല്ലേ, ഇരിക്കട്ടെ. കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ പാടില്ല. ഓക്കെ? അതിലൊരു ഹീറോയിസം. എന്താണ് ഹീറോയിസം? ഹീറോയിസാ? വല്ലാത്ത അധ്വാനിച്ച കാശായോണ്ടിരിക്കല്ലേ.